ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു ലാൻറ്റേൺ മേക്കിംഗ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിനായിട്ടും ഇതിന് വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സാണ്. ശേഷം ഇതുപോലെ നമുക്ക് കുറച്ചധികം ചതുരങ്ങൾ വരച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ 4 സൈഡിലായിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്കത് ചെയ്യാം. ഇനിയിപ്പോൾ വരച്ചിട്ടുള്ളതെല്ലാം ജസ്റ്റ് ഇതുപോലെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെക്യൂറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ച് പുറത്തോട്ട് നിൽക്കുന്ന രീതിക്ക് ഈ ഒരു രീതിക്ക് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, ഏറ്റവും മുകളിലായിട്ടും താഴെയായിട്ടും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഞാനിവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോളും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു 2-3 പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ചെറുത്, അതിൽ ചെറുത്, അങ്ങനെ ആ ഒരു രീതിക്ക്. ഇനി ഇവിടെ ഞാനൊരു വളയാണ് എടുക്കുന്നത്, ഒരു കമ്പി വള. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഹാങ് ചെയ്തിടാനുള്ള ഒരു സംഭവമായിട്ട്, ഒരു ഹുക്കായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ട് ഇതുപോലെ 2 ഹോൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഉള്ളിലായിട്ട് ഇതൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ത്രെഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്പോഞ്ചിൻ്റെ ഷീറ്റാണ് എടുക്കുന്നത്. അത് ഏകദേശം നമ്മുടെ ആ ഒരു ഉള്ളിലത്തെ താഴത്തെ ഭാഗത്തായിട്ട് ഒന്ന് സ്റ്റിക്കാക്കി കൊടുക്കത്തക്ക രീതിക്കുള്ള ഒരു പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസാണെങ്കിലും മതി. അതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ സ്പോഞ്ചിൽ നിന്ന് തന്നെയുള്ള ഇനിയൊരു 8 പീസാണ് നീളത്തിൽ നമ്മളിതാ ഇതുപോലെ ഓരോ സൈഡിലായിട്ടും ക്രോസ് രീതിക്ക് വെച്ച് കൊടുക്കുന്നതിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ലാൻറ്റേൺ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഫൈനലി ഞാൻ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ തീരെ ചെറുതായിട്ടുള്ള ക്യാൻഡിൽ 30-40 രൂപയ്ക്കൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്പോഞ്ച് ഷീറ്റിന് പകരമായിട്ട് ഒന്നുകിൽ നമുക്ക് ഈർക്കിൽ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ കാർഡ്ബോർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ്റെയൊക്കെ ആ ഒരു കവറാണെങ്കിലും അത്യാവശ്യം വലിയ കവറുണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്